നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാകുന്നല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഏവൻഗേലിയോനായിട്ട് വായിച്ചത്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സസ് കമൻസിങ് ഫ്രം 14 through 30. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അല്പനേരം ദൈവവചനം ധ്യാനിക്കാം. ഇന്നത്തെ ഈ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ 2 ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, ലോകം മുഴുവൻ കീഴടക്കിയ അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടറാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയും. അദ്ദേഹം ഈ ലോകത്തിൽ ഒരുപാട് സുഖങ്ങളും ആർഭാടങ്ങളും ഒക്കെ അനുഭവിച്ച, യുദ്ധത്തിലും തൻ്റെ യുദ്ധ ചാതുര്യം കൊണ്ട് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരു മഹാനായ രാജാവാകുന്നു. ലോകപ്രകാരം മഹാൻ എന്ന പേര് കൊടുക്കുന്ന ഒരു രാജാവാണ്. അദ്ദേഹം മരണത്തിനോട് അടുത്തപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എൻ്റെ ഈ ശവമഞ്ചത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് എൻ്റെ കരം ഇങ്ങനെ ശൂന്യമാക്കി ഇങ്ങനെ ഇടണം. കാരണം എൻ്റെ ശവമഞ്ചം എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നെ കാണുന്ന ജനങ്ങളെല്ലാവരും വിചാരിക്കണം, ഈ ലോകം മുഴുവൻ ഇവൻ നേടിയെങ്കിലും പലതും വെട്ടിപ്പിടിച്ചെങ്കിലും പലതും അനുഭവിച്ചെങ്കിലും ഒന്നും കൊണ്ടുപോകാതെ പോകുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. മറ്റൊരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് 33 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ജനിക്കാനൊരു സ്ഥലമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പ്രസംഗിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ആദ്യത്തെ സ്റ്റേജ് പത്രോസിൻ്റെ പടകായിരുന്നു. അദ്ദേഹം ആയിരങ്ങളെ പോഷിപ്പിച്ചത് ഒരു ബാലകൻ്റെ അവൻ്റെ അമ്മ കൊടുത്ത ലഞ്ച് ബോക്സിൻ്റെ ആഹാരമായിരുന്നു. അവൻ മരിച്ച് അടക്കപ്പെടാൻ അവനൊരു കല്ലറയില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളുടെ നടുവിൽ കൂടെ ഒക്കെ കടന്നുപോയി. അവൻ ക്രൂശിൽ വളരെ നിന്ദ്യമായ രീതിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചപ്പോൾ അവൻ തൻ്റെ അവസാനമായിട്ട് മൊഴിഞ്ഞ വാക്ക് നിവൃത്തിയായി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ വൈരുദ്ധ്യതകൾ നിറഞ്ഞ 2 കമൻറ്റുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം കണ്ടത്. ഒരാളെല്ലാം നേടിയിട്ടും ഒന്നുമില്ലാതെ പോകുന്നു, ഒരാൾ ഒന്നുമില്ലാതിരുന്നിട്ടും ഞാനെല്ലാം ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ക്രിസ്തീയ ചിന്തകളിലേക്കും ആത്മീയപരമായിട്ടുള്ള ചിന്തകളിലേക്കുമൊക്കെ നമ്മളെ നയിക്കുന്നത്. ലോകപ്രകാരം ഒരു പക്ഷേ ഇതിനൊന്നും ഉത്തരം കണ്ടെത്താനായിട്ട് സാധ്യമാകുകയില്ല എങ്കിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയപരമായി നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ സാധ്യതകളെയും ശുശ്രൂഷകൾക്കും സാക്ഷ്യത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ താലന്തുകളുടെ ഉപമയാണ് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 6000 ഡെനേറിയസ് ആണ്, 6000 ദിനാർ. അത് ഒരു ദിവസത്തെ വേജ് എന്ന് പറയുന്നത് 1 ഡെനേറിയസ് ആണ്. ഒരു ദിവസം കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് 1 ദിനാറയാണ്. അപ്പോൾ 16.5 വർഷം വേണം, 16.5 years needed to earn 1 താലന്ത്. 1 താലന്ത് നേടണമെന്നുണ്ടെങ്കിൽ ഒരു 16.5 വർഷം അധ്വാനിക്കേണ്ടതായിട്ട് വരും. 10 താലന്ത് നേടണമെങ്കിൽ 165 വർഷത്തോളവും അധ്വാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് അല്ലെങ്കിൽ ഉപമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഉപമകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. ആ വലിയ അർത്ഥം മനസ്സിലാക്കാനാണ് കർത്താവ് ഉപമകളിലൂടെ പ്രസ്താവിച്ചത്. അതുകൊണ്ട് ഈ താലന്തിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കാനാണ് അതിൻ്റെ വില ഞാൻ പറഞ്ഞത്. വളരെ വിലപിടിപ്പുള്ള ഒരു താലന്തുകളാണ് അവർക്ക് നൽകിയിട്ട് യജമാനൻ പരദേശത്ത് പോകുന്നതായിട്ട്
കർത്താവ് തൻ്റെ ഉപമയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും ഈ താലന്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുവഴിയാണ് ടാലൻറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം വരാനായിട്ട് കാരണം. ഗ്രീക്കിൽ നിന്നും ലാറ്റിൽ നിന്നും ഉരുത്തൊഴിഞ്ഞ ഒരു പദമാണ് ടാലൻറ്റ്. ഈ താലന്തുകൾ എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ പറയുന്ന പദം അത് ഇംഗ്ലീഷിലേക്ക് വന്നത് ഗ്രീക്ക് ഭാഷയിലും ലാറ്റിനിൽ കൂടിയാണ്. ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിവുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തരുടെ യോഗ്യതയ്ക്കൊത്തവണ്ണം അവനവൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം ഇവിടെ കൊടുത്തെന്നാണ് പറയുന്നത്. അവനവൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം വിവിധ കഴിവുകൾ ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ താലന്തുകളുടെ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ടൊന്ന് ആലോചിക്കണം. ഈ ലെൻറ്റിൻ്റെ സമയത്ത് വി നീഡ് ടു ഹാവ് എ സെൽഫ് എക്സാമിനേഷൻ ആൻഡ് വി മസ്റ്റ് think about our stewardship and we should have a readiness in our life. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നോക്കണം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഞാൻ എപ്രകാരം ഉപയോഗിക്കുന്നു. എൻ്റെ സമയം, എൻ്റെ റിസോഴ്സസ്, എനിക്ക് ജീവിതത്തിലുള്ള വ്യത്യസ്തങ്ങളാർന്നിട്ടുള്ള താലന്തുകൾ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു. കാര്യവിചാരകനായി, ശുശ്രൂഷക്കാരനായി ഞാൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്ന് ശാന്തമായിട്ട് പുനഃപരിശോധിക്കാനുള്ള ഒരു സന്ദർഭമാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു സമയമാണ് ഈ നോമ്പിൻ്റെ നാളുകൾ. ഞാനിന്ന് ഈ ഉപമയിൽ കൂടെ നിങ്ങളോട് ചില വാക്കുകളൊന്ന് പ്രത്യേകമായിട്ട് പെട്ടെന്ന് പരിചയപ്പെടുത്തട്ടെ. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഉപമയായതുകൊണ്ട്, കാണാപ്പാഠമായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ദീർഘനേരം അത് പ്രസംഗിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലല്ലോ. എന്നാൽ ചില വാക്കുകളിലൂടെ നിങ്ങളോടിത് പറയാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചില വാക്കുകളിലൂടെ ഇവിടെ നടന്ന, അല്ലെങ്കിൽ ആ ഉപമ കൊടുത്തതിലൂടെ, അതിലൂടെ പ്രതീക്ഷിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് റിസീവാണ്. ഒരു സ്വീകരിക്കുന്ന ഒരനുഭവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വീകരണം, റിസീവ്. എന്താണത്? റിസീവ് ടാലൻസ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി. ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് അവർ താലന്തുകൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നത്. ഇറ്റ് വാസ് നോട്ട് ഏൺഡ് ബട്ട് ഗിഫ്റ്റ് ഫ്രം മാസ്റ്റർ. അത് ഒരിക്കലും അവർ സ്വന്തമായിട്ട് സമ്പാദിച്ചത് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. അത് സ്വീകരിച്ചതാണ്. റിസീവ്ഡ്, സ്വീകരിച്ചത്. എങ്ങനെ സ്വീകരിച്ചതാണ്? ദാനമായിട്ട് സ്വീകരിച്ചതാണ്. ഗിഫ്റ്റ് ഫ്രം മാസ്റ്റർ. യജമാനനിൽ നിന്ന് ദാനമായിട്ട് കിട്ടിയതാണ് ഈ താലന്ത്. അല്ലാതെ കഷ്ടപ്പെട്ട് നേടിയത് ഒന്നുമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ടൈം, ടാലൻസ്, ടൈം, ഈവൻ ട്രഷർ ആൻഡ് ഗ്രേസ്, നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹീ ഗിഫ്റ്റഡ് ടു അസ് ഓൾ ദീസ് ടാലൻസ് ഇൻ അവർ ലൈഫ് അക്കോർഡിംഗ് ടു അവർ കപ്പാസിറ്റി. ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്കുള്ള കഴിവുകൾ മറ്റുള്ളവരുടെ കഴിവുകളേക്കാൾ തികച്ച് വ്യത്യസ്തമായിരിക്കും. ഒരാൾക്കുള്ള റിസോഴ്സസ് മറ്റുള്ളവരുടെ റിസോഴ്സസുകളേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഒരാൾ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളേക്കാൾ വ്യത്യാസമായിരിക്കും. നമ്മുടെ ജനനം മുതൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നാം വെക്കുന്ന ഓരോ ചോട്ടടികളും വെൻ വി കമ്പയർ വിത്ത് അതേഴ്സ് ഇറ്റ് വിൽ ബി ടോട്ടലി ഡിഫറൻറ്റ്. യാതൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ലെറ്റ് us have an introspection in this Lenten season. I received my talents from my master. എൻ്റെ യജമാനൻ്റെ കരത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ്, ഞാൻ നേടിയതല്ല. ഞാനതിനെ ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട രണ്ടാമത്തെ ഒരു വാക്കാണ് ബിലീവ് എന്നുള്ളത്. ഒന്ന് റിസീവ്, രണ്ട് ബിലീവ്. ബിലീവ് എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത്. അതായത് നമുക്കറിയാം, ഈ യജമാനൻ ഒരു വലിയ എടുത്തിയാട്ടമാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഈ ഉപമ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു വിലയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 5 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ വില ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. വലിയ വിലയാണ്. ഒരുപാട് വർഷങ്ങൾ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ് അത്. ഇതൊരു ഉപമയാണല്ലോ, അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം കൂടെ നിങ്ങളതിൻ്റെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്ര വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ട്, ഈ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട്
പരദേശത്ത് പോയത് സത്യത്തിൽ യജമാനൻ്റെ ഒരു എടുത്തുചാട്ടമാണ്, ഒരു സാഹസമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഏൽപ്പിച്ചത്? അവരെ വിശ്വസിച്ചത് കൊണ്ടാണ് ഏൽപ്പിച്ചത്. അതുപോലെ ഇത് ഏറ്റുവാങ്ങിയ ദാസന്മാരും യജമാനനിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് അവർ അതിനോട് 5 കൂടെ സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചത്. 2 ലഭിച്ചവൻ 2ൻ്റെ കൂടെ 2 സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചത്. ഹീ പുട്ട് ഹിസ് ട്രസ്റ്റ് ഇൻ ഹിസ് മാസ്റ്റർ. അവൻ്റെ യജമാനനിൽ അവൻ്റെ വിശ്വാസം, അവൻ്റെ ആശ്രയം അർപ്പിച്ചത് കൊണ്ടാണ് അവനത് അധ്വാനിച്ച് സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് പരസ്പരമുള്ള ഒരു വിശ്വാസമാണ്. യജമാനനെ വിശ്വസിക്കുന്ന ദാസന്മാർ, ദാസന്മാരെ വിശ്വസിക്കുന്ന യജമാനൻ. അപ്പോൾ എന്നാൽ ഈ ദാസന്മാരെന്താ ചെയ്യുന്നത്? അവരത് ആ വിശ്വാസത്തിനനുസരിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഒരു ദാസൻ, 1 ലഭിച്ചവൻ എന്ത് ചെയ്യുന്നു? അൺഫെയ്ത്ത്ഫുൾ, ഡൗട്ടഡ് ആൻഡ് ഫിയേർഡ്, അല്ലേ? അവനാണെങ്കിൽ അവിശ്വസ്തനായിരുന്നു, അവൻ പേടിച്ചു. അവനവിടെ കാണുന്നത് യജമാനനെ പേടിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അവൻ സംശയിക്കുകയാണ്. ഇവൻ വിതറാത്തരത്ത് നിന്ന് കൊയ്യുകയും അല്ലാതെ വിതയ്ക്കാത്തരത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന്. അൺവാണ്ടഡ് തോട്ട്സ് ഇൻ ഹിസ് മൈൻഡ് ബിക്കോസ് ഹീ വാസ് അൺഫെയ്ത്ത്ഫുൾ, ഹീ ഫിയേർഡ്. പേടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ വിശ്വസിച്ച് തന്നിരിക്കുന്ന ജീവിതം സാധ്യതകളാണ്. ദൈവം നമുക്ക് സമസ്ത ഫ്രീഡവും നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ്. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന ഈ ലോകത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുമ്പോൾ, വി ഹാവ് അവർ ഓൺ ഫ്രീഡം ടു സെലക്ട് പാത്സ് ഇൻ അവർ ലൈഫ്, വേസ് ഇൻ അവർ ലൈഫ്. വിശ്വസിച്ച് എനിക്ക് ഈ താലന്തുകളും സമയവും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന യജമാനൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം. സോ ട്രസ്റ്റ് ഗോഡ്, സെർവ് ബോൾഡ്ലി ആൻഡ് ഡു അവർ സ്റ്റുവാർഡ്ഷിപ്പ് ഇൻ എ ഫെയ്ത്ത്ഫുൾ മാനർ. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വിശ്വസിച്ചവൻ, വിശ്വസിക്കുന്നു എന്നൊരു പദം. മൂന്നാമതായി മറ്റൊരു പദം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. അച്ചീവ്. അച്ചീവ് എന്ന് പറയുന്നത് എന്താണ്? നേടുക എന്നുള്ളതാണ് ആ പദത്തിൻ്റെ അർത്ഥം. നേടുക. അതായത് ഫെയ്ത്ത്ഫുൾ സെർവൻസ് അവരെന്താ ചെയ്തത്? ദേ അച്ചീവ്ഡ് മോർ വൈസ്ലി യൂസിങ് വാട്ട് ദേ വെർ ഗിവൺ. അവർക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിച്ച് അവർ കൂടുതലായിട്ട് നേടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ദെയർ റിസൾട്ട്സ് ആൻഡ് ദെയർ ഫ്രൂട്ട്സ് റിഫ്ലക്റ്റഡ് ദെയർ ഫെയ്ത്ത്ഫുൾനെസ്. അവരുടെ വിശ്വസ്തതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവരുടെ ഫലങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾ നമ്മൾ എന്തെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വി ആർ റിഫ്ലക്റ്റിംഗ് അവർ ഫെയ്ത്ത്ഫുൾനെസ് ത്രൂ അവർ ഡെലിബറേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ് വിച്ച് വി ആർ എൻഗേജ്ഡ് ഡേ ബൈ ഡേ. If you are doing a responsible parenting life and nurturing your children in the path of Lord, then you are utilizing your talents and time as a family member for the glory of God. അത് നമ്മൾ ജീവിതത്തിൽ മറന്നു പോകാനായിട്ട് പാടില്ല. ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയവും സാഹചര്യവും കഴിവുകളും ഒക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ അച്ചീവിങ് സംതിങ്, അത് യജമാനനോടുള്ള വിശ്വസ്തത കൊണ്ടായിരിക്കണം. അത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നേടുന്ന ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു വലിയ അനുഭവം. കർത്താവായ യേശു ക്രിസ്തു കുരിശ് എന്ന് പറയുന്ന വേദന വന്നപ്പോൾ ആ കുരിശിനെ ഓവർകം ചെയ്ത് അവൻ്റെ ലക്ഷ്യം നേടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിതാവിന് തന്നെക്കുറിച്ച് ആഗ്രഹമുള്ളത് അക്കംപ്ലിഷ് ചെയ്തു, മിഷൻ അക്കംപ്ലിഷ് ചെയ്തു കർത്താവ്. അതുപോലെ ജീവിതത്തിൽ നമുക്കും എന്തെല്ലാം തരത്തിലുള്ള ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ടാവാം. അതിനെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ തരണം ചെയ്തുകൊണ്ട് എൻ്റെ ആയുസ്സിൽ ദൈവം എന്ത് നേടാനാണ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? വൈ ഐ ആം ഹിയർ? വൈ ഗോഡ് സെൻഡ് മീ ടു ദിസ് ലാൻഡ് ആൻഡ് ഗിവിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ആസ് എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും ഒരുപാട് പഠിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ നാടുകളിലൊക്കെ ലോകത്തെമ്പാടും ഉള്ളപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അവസരം തന്നത്? എന്തുകൊണ്ടാണ് അവരെ ജീവിതത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നത്?
അല്ലെങ്കിൽ ജീവിതത്തിൽ വിവിധ നന്മകൾ ഞങ്ങൾക്ക് തന്നത്, അതെല്ലാം ചിന്തിച്ച് ജീവിതത്തിൽ ഉപയോഗിപ്പാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അച്ചീവ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് ഇവിടെ ഈ യജമാനൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ആരെയാണെന്നറിയാമോ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിന്ത പറയാം. ദാസന്മാരെയാണ് ഏൽപ്പിക്കുന്നത്. ബൈബിളിൽ എഴുതിയേക്കുന്നത് ദാസന്മാരെ ഏൽപ്പിച്ച. ദാസന്മാരെന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സർവൻസ് എന്ന അർത്ഥം. സർവൻസ് എന്താണ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സർവൻറ്റ്? സർവീസാണ് സർവൻറ്റിൻ്റെ ജോലി, അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ താലന്തുകൾ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ യജമാനൻ എന്ന് പറയുന്ന വ്യക്തി ഏൽപ്പിച്ചിരിക്കുന്നത് ദാസന്മാരെയാണ്. ദാസന്മാരെന്ന് പറയുന്നത് സർവൻ്റാണ്. സർവൻസ് എന്താണ് ചെയ്യുന്നത്? സർവീസ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതും ജീവിക്കുന്നതും സർവീസ് ചെയ്യാനാണ്. അത് വിവിധ തരത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അതാകുന്നല്ലോ ഗോസ്പൽ എന്ന് പറയുന്നത്. ഗോസ്പൽ എന്ന് പറയുന്നത് സുവാർത്ത അല്ലെങ്കിൽ സുവിശേഷം, നല്ല വർത്തമാനം എന്നൊക്കെ പറയുമ്പോൾ ഗോ ആൻഡ് സ്പെൽ എന്നുള്ളതാണ്. പോകുക, പറയുക എന്നുള്ളത്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ടു സ്പ്രെഡ് ഗോസ്പൽ, who will proclaim that? That's our responsibility, because you have already known the value of gospel. If you are not ready to proclaim to your surroundings, who will do that? ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിപ്പാനും, അങ്ങനെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നേടാനുമാണ്, അച്ചീവ് ചെയ്യാനുമാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാലാമതായിട്ട് മറ്റൊരു പദം ഞാൻ പരിചയപ്പെടുത്തിയിട്ട് റിലീവ് എന്നുള്ളൊരു പദമാണ്. റിലീവ് എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കൊരർത്ഥം പറയാനായിട്ട് പറ്റുന്നത്. ആശ്വസിപ്പിക്കുക, കംഫർട്ട്. വൈ ദ ഓൾമൈറ്റി ഗോഡ് ഹി ഗേവ് ഓൾ ടാലൻസ് ടു അസ്. അതും നോട്ട് ഓൺലി ഫോർ അവർ പേഴ്സണൽ ഗെയിൻ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. മനസ്സിലാകുന്നുണ്ടോ? ടാലൻസ് ആർ നോട്ട് ഫോർ പേഴ്സണൽ ഗെയിൻ എലോൺ. സ്വന്തമായിട്ടുള്ള നേട്ടങ്ങൾക്കോ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനോ മാത്രമല്ല. മറിച്ച താലന്തുകൾ എന്തിനാണ്? റിലീവ് സഫറിങ്, ടു കംഫർട്ട് ആൻഡ് എൻകറേജ് ആൻഡ് കെയർ അതേഴ്സ്. മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഉപയോഗിപ്പാനാണ് ദൈവം നമുക്ക് അതിന് വിഭവങ്ങളും താലന്തുകളും കഴിവുകളും ഒക്കെ തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് ഈ മത്തായിയുടെ സുവിശേഷം ഈ 25-ാം അധ്യായം വായിച്ചിങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ താലന്തുകളുടെ ഉപമ കഴിഞ്ഞാൽ ഉടനെ കർത്താവ് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്? നമ്മുടെ നിലപാടുകൾ എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരു സാഹചര്യത്തിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നതിനെ ആസ്പദമാക്കിയാണ് ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്നാണ് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും മുമ്പിൽ കൂട്ടി അവരോട് തിരിച്ചിട്ട് എന്താണ് ചോദിക്കുന്നത്? എന്താണ്? നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നോ? കുടിപ്പാൻ തന്നോ? നിങ്ങളെ കാണാൻ വന്നോ? നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? അല്ലേ? നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടോ? ഇന്നൊക്കെയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ നിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ല, നീ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നേനെ. കൊണ്ട് പറഞ്ഞു, ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുത്തന് ചെയ്തിടത്തോളവും എല്ലാം എനിക്കാകുന്നു ചെയ്തത്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാലൻറ്റ് ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുകയാണ് കർത്താവ്. അതെന്തിനാണ്? റിലീവ് ടു കംഫർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. റിലീവ് സഫറിങ്, നമുക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ ചിലരൊക്കെ പറയും, ഞാൻ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും കൊടുക്കാനായിട്ട് സാധ്യമല്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു അംശം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമ്മളില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് വേണം നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് അത് വേണം
നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കാൻ എന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. അതെങ്ങനെയാണ്? ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മറ്റുള്ളവരെ കരുതുന്നതിലൂടെ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കഴിവുകളെ, നമ്മുടെ താലന്തുകളെ, നമ്മുടെ റിസോഴ്സസിനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. വി ആർ ഓൺലി സർവൻസ്, നോട്ട് മാസ്റ്റേഴ്സ്. വി ആർ ഓൺലി സ്റ്റുവാർഡ്സ്, നോട്ട് എ മാസ്റ്റർ. We are always thinking that we are master and everything is our control. We are thinking that. No. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മൾ ഇവിടുത്തെ ഗസ്റ്റാണ്. മനസ്സിലായോ? ആതിഥേയരല്ല, ഹോസ്റ്റല്ല, നമ്മൾ ഗസ്റ്റാണ്. ഇവിടുത്തെ ഒരു പുല്ല് നശിച്ചു പോയാൽ ഈ പ്രകൃതി മുഴുവൻ നശിച്ചു പോവും. പച്ചിലയില്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ നശിച്ചു പോവും. പച്ചിപ്പിൻ്റെ അംശമില്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ നശിച്ചു പോവും. പക്ഷേ മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടാൽ ഈ പ്രകൃതിക്ക് ഒന്നും വരികയില്ല. പ്രകൃതി സന്തോഷിക്കും, കൈകൊട്ടി സന്തോഷിക്കും. കാരണം അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തെ താറടിക്കുന്ന മനുഷ്യവർഗം ഇല്ലാതായെന്നോർത്ത് ഈ പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് ചെയിൻസ് എല്ലാം സന്തോഷിക്കും. ഭക്ഷ്യശൃംഖല ഒന്നാകെ സന്തോഷിക്കും. നമ്മളിവിടെ വെറും അതിഥികളാണ് പ്രിയപ്പെട്ടവരെ. അവർ ലൈഫ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഇറ്റ്സ് പോസിബിലിറ്റീസ് ആർ എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടിയും മറ്റുള്ളവരെ സൂക്ഷിക്കാൻ വേണ്ടിയും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകല്ല. അതിൻ്റെ തെളിവാണ് കർത്താവ് ഇത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, ഈ ചെറിയവരിൽ ഏറ്റവും ഒരുത്തന് നിങ്ങളൊരുത്തൻ ചെയ്തെടുത്തോളൂ എനിക്കാവുന്നു ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. റിട്രീവ് എന്നുള്ളൊരു വാക്കാണ്. എത്രാമത്തെ വാക്കാണ്? 5ാമത്തെ അല്ലേ? റിട്രീവ്. റിലീവ് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ റിട്രീവ് എന്താണ് അർത്ഥം? തിരിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ താലന്തുകളും ഈ കഴിവുകളും ജീവിതത്തിൻ്റെ സാധ്യതകളും എല്ലാം ഒരു ലോണ് പോലെ തന്നതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ദ മാസ്റ്റർ റിട്ടേൺ ടു റിട്രീവ് വാട്ട് വാസ് എൻട്രസ്റ്റഡ്. എന്താണോ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത് അത് തിരിച്ചെടുക്കാൻ യജമാനൻ വരും. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഒന്നും ശാശ്വതമല്ല. ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം തിരികെ നൽകാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ലൈഫ് ഈസ് എ ലോൺ, ഇറ്റ് ഈസ് എ ട്രസ്റ്റ്. The master trusting us and giving some opportunities and resources to us to utilize effectively. അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് ഒരു ലോണാണ് എന്ന് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് there will be a day of reckoning and reward. പ്രതിഫലവും മറ്റൊരു ജഡ്ജ്മെൻറ്റും ഒക്കെയുള്ള ഒരു സമയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവർ മാസ്റ്റർ വിൽ കം അഗെയിൻ ആൻഡ് ഹി വിൽ ജഡ്ജ് us. അതുകൊണ്ട് തിരികെ കൊടുക്കാൻ വിളിക്കപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ തിരികെ കൊടുക്കാൻ ആണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളും ടാലൻസും ഒക്കെ നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഞാൻ എൻ്റെ ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞത് ഇന്ന് വേറൊന്നുമല്ല, ഞാൻ ചുരുക്കുകയാണ്. എന്താണെന്നറിയാമോ? റിസീവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സ്വീകരിക്കുക, നന്ദിയോടെ സ്വീകരിക്കുക. മറ്റൊന്ന് ബിലീവ് വിത്ത് കറേജ്. വിശ്വസിക്കുക ധൈര്യത്തോടെ ജീവിതത്തിൽ. അച്ചീവ് വിത്ത് പർപ്പസ്. ജീവിതത്തിൽ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടു കൂടി പലതും നേടാനായിട്ട് നമുക്ക് സാധിക്കണം. ആൻഡ് റിലീവ് വിത്ത് കമ്പാഷൻ. മറ്റുള്ളവരെ സഹാനുഭൂതിയോടുകൂടെ, ദയയോടുകൂടെ, കരുണയോടുകൂടെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം നമുക്കിതെല്ലാം തന്നിരിക്കുന്നു. ആൻഡ് റിട്രീവ് അവർ കോളിംഗ് വിത്ത് ഹോപ്പ്. നമുക്ക് വേണ്ടി യജമാനൻ വീണ്ടും വരും. അപ്പോൾ ഇതൊക്കെ തിരികെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ജീവിതം അവസാനിക്കുമ്പോൾ ഇതൊക്കെ തിരികെ കൊടുക്കാൻ, നിനക്ക് ഞാൻ ജീവിതം തന്നു, നീ എന്ത് ചെയ്തു? നീ എന്താണ് ചെയ്തത്? വാട്ട് വാസ് യുവർ ഗോൾ? നീ എന്തിനാണ് ജീവിച്ചത്? എന്താണ് ജീവിച്ചത്? ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരാൻ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരൊറ്റ കാരണമാണ്. ഞാൻ ചിന്തിച്ചു, ഒറ്റപ്പതിപ്പുള്ള പുസ്തകമാണല്ലോ ജീവിതം. റീപബ്ലിഷ് ചെയ്യത്തില്ല, റീപ്രിൻ്റില്ല, ഒറ്റ തവണയുള്ളൂ. അതുകൊണ്ട് വിചാരിച്ചു ഈ ജീവിതം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് സമർപ്പിച്ചത് കൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളോട് ദൈവവചനം സംസാരിപ്പാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാനിങ്ങനെ ഒതുക്കി കൂടി ഈ ലോകത്തിൻ്റെ ഒരനുഭവത്തിൽ ഇങ്ങനെ ജീവിച്ച് ജീവിതത്തിൻ്റെ സാധ്യതകളൊക്കെ അറിയാതെ ഇങ്ങനെ സാധാരണ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. എന്നാൽ അനേകരോട് ദൈവവചനം പങ്കുവയ്ക്കാനും ശുശ്രൂഷ ചെയ്യുവാനും
കർത്താവ് അയക്കുന്നിടത്തൊക്കെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഇടയാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. പോകാത്തത്, അല്ലെങ്കിൽ ഒന്ന് സാഹസത്തിന് മുതിരാത്തത്, എടുത്തു ചാടാത്തത് ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പലപ്പോഴും പറയും ദൈവം എന്നെ വിളിക്കുന്നില്ല, അല്ല ദൈവം എന്നോടൊന്നും പറയുന്നില്ല. വി ആർ നോട്ട് റെഡി ടു ഡൂ സോ. നിങ്ങൾ പോയാലല്ലേ എന്തെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് റെഡി ആയാലല്ലേ എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ചില കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞു, എന്നാലും ഒരു ചെറിയ കഥ പറയാം. ഞാൻ ശിവ് കേര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യു ക്യാൻ വിൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്, ഒരു മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു ബുക്കാണ്. ആ ബുക്കിലെ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു ബോയ് അവന് സോക്കർ പ്രാക്ടീസിന് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ അവൻ്റെ അപ്പനുമായിട്ടാണ് അവൻ സോക്കർ പ്രാക്ടീസിന് വരുന്നത്. അപ്പൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കും, അവൻ പോയി പ്രാക്ടീസൊക്കെ ചെയ്യും. എന്നാൽ ഇവൻ്റെ പ്രാക്ടീസൊക്കെ വളരെ മോശമായതുകൊണ്ട് ഇവനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. അവസാന ടീമിൽ കോച്ച് ഉൾപ്പെടുത്തിയില്ല, കാരണം അവൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഇവനെ കാണാനില്ല, ഇവനെ അവിടെങ്ങും കണ്ടില്ല, പ്രാക്ടീസിനൊന്നും വന്നില്ല. അങ്ങനെ ഇവനില്ലാതെ അവരുടെ ടീം ആദ്യത്തെ കളികളെല്ലാം കളിച്ചു. അങ്ങനെ 3-4 മാച്ചൊക്കെ കഴിഞ്ഞു. അവർ ഫൈനലിൽ പ്രവേശിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ വീണ്ടും മൈതാനത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ കോച്ചിനോട് പറഞ്ഞു, ഫൈനലിൻ്റെ ദിവസമാണ്, ഫൈനലിന് ടീം കളിക്കാൻ പോവുക. കാരണം ഇവൻ നല്ലതായിട്ട് പ്രാക്ടീസും ചെയ്യാത്തതുകൊണ്ട് ഇവൻ അവസാനത്തെ ടീമിൽ ആദ്യം മുതലേ ഉൾപ്പെട്ടിട്ടില്ല. അതുകൂടാതെ ഇവൻ ഒരിക്കൽ പോലും ടീമിൻ്റെ കളി കാണാൻ അവിടെ ആ ദിവസങ്ങളിലൊന്നും വന്നിട്ടില്ല. എന്നാൽ അവസാനം ഫൈനലിൻ്റെ ദിവസം അവൻ ചെന്ന് കോച്ചിനോട് പറഞ്ഞു, എന്നെ ഇന്നത്തെ കളിയിൽ കളിപ്പിക്കണം. ഉടനെ കോച്ച് പറഞ്ഞു, അതെങ്ങനെ പറ്റുന്നത്? നീ ഒരിക്കൽ പോലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലല്ലോ, നീ പ്രാക്ടീസിനൊന്നും വന്നിട്ടില്ല ശരിയായിട്ട്, നിൻ്റെ പെർഫോമൻസ് വളരെ പോരാണ്, പിന്നെ എങ്ങനെയാണ് നീ ഈ ടീമിലില്ലല്ലോ, പിന്നെ നിന്നെ എങ്ങനെ കളിപ്പിക്കുന്നത്? ഉടനെ അവൻ പറഞ്ഞു, അങ്ങനെയല്ല സാർ, എന്നെ കളിപ്പിച്ചേ പറ്റുള്ളൂ, ഞാൻ ഇന്ന് മാത്രമല്ലേ ചോദിക്കുന്നത്, എനിക്കിന്ന് കളിച്ചേ തീരുവോളൂ എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് അങ്ങ് പ്ലീഡ് ചെയ്യുക, ഒരുപാട് അപേക്ഷിക്കുക. അപ്പോൾ ഇവൻ ഈ കോച്ച് എന്നാൽ ഇവനെ അങ്ങ് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പല ഒഴിവുകൾ പറഞ്ഞു നോക്കി. ഇത് ഫൈനലാണ്, കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ കളിച്ചത്, അതുകൊണ്ട് നീ എത്രയോ കളിക്കാരുണ്ട്, അവരെ നല്ല കളിക്കാരെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് കളിക്കാനായിട്ട് അവസരമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ഒരുപാട് നിർബന്ധിക്കുക, ഒരുപാട് അപേക്ഷിക്കുക. അവൾ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ കളിച്ചു, പക്ഷേ നിൻ്റെ കളി മോശമാണെങ്കിൽ ഞാൻ ഏത് നിമിഷവും നിന്നെ തിരിച്ചു വിളിക്കും. അതുപോലെ നീ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ടീമിൻ്റെ ഒരു റെപ്യൂട്ടേഷനും ടീമിൻ്റെ ഒരു നല്ല പേരും അതിനുണ്ടാകേണ്ട ഒരു നല്ല ഭാവിയും ഞാൻ നശിപ്പിച്ചിട്ടാണ് നിനക്കൊരു ചാൻസ് തരുന്നത് എന്ന് നീ എപ്പോഴും ഓർത്തോണമെന്ന് പറഞ്ഞവനെ കളിക്കാനായിട്ട് വിട്ടു. പ്രിയപ്പെട്ടവരെ, അതുവരെ മോശ പെർഫോമൻസ് ഉണ്ടായിരുന്ന ഈ പയ്യൻ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? തനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ബോളും വളരെ വ്യക്തമായിട്ട് വളരെ വിദഗ്ധമായിട്ട് കളിക്കുകയും അവൻ ലഭിച്ച ചാൻസൊക്കെ വിനിയോഗിക്കുകയും ഗോളുകൾ അടിക്കുകയും കൂടെ ചെയ്തപ്പോൾ അവൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് ആ ടീം ഫൈനലിൽ വിജയിക്കുകയാണ്. ഫൈനലിൽ വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഈ കോച്ചിന് തന്നെ അതിശയം തോന്നി, എടാ ഇതുവരെ പെർഫോമൻസിലൊക്കെ വളരെ ബാഡ് പെർഫോമൻസും ഇതുവരെ കാണാത്തവൻ ഫൈനലിൽ വന്ന് എന്നോട് അപേക്ഷിച്ച് വളരെ വിസ്മയനീയമാവണ്ണം അത്ഭുതമാവണ്ണം പെർഫോം ചെയ്ത് നേടിയെടുത്തല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു മോട്ടിവേഷൻ, എന്താണ് കാരണം? ഉടനെ അവനൊരുത്തരം പറഞ്ഞു, എൻ്റെ ഫാദർ ഇന്ന് എൻ്റെ കളി കാണുന്നുണ്ടായിരുന്നു, മൈ ഫാദർ ഈസ് വാച്ചിങ് മൈ മാച്ച്. അപ്പോൾ കോച്ചിനൊന്നും മനസ്സിലായില്ല എന്താ കാരണമെന്ന് ചോദിച്ചപ്പം പുള്ളിയെ നോക്കി. സാധാരണ അവൻ്റെ അപ്പം വന്നിരിക്കുന്ന ആ മൂലയ്ക്കുള്ള മൈതാനത്തിലെ ഒരു ബെഞ്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ കാലിയാണ്, സാധാരണ അവൻ്റെ അപ്പനെ കാണുന്നില്ല. ഉടനെ അവനോട് ചുമ്മാനെ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലോ, എന്തോ നിൻ്റെ പപ്പ കളി കാണുന്നുണ്ടെന്നോ, എന്ത് അവിടെ എങ്ങും കാണുന്നില്ലല്ലോ, അവിടെ ഇരിക്കുന്നില്ലല്ലോ. ഉടനെ അവൻ പറഞ്ഞു, സാർ എൻ്റെ പപ്പ ഒരു ബ്ലൈൻഡ് പേഴ്സൺ ആയിരുന്നു, ഒരു അന്ധനായിരുന്നു. ഞാൻ ഈ പ്രാക്ടീസിന് അപ്പനെയും കൂട്ടിക്കൊണ്ടിരും, അവിടെ ഇരുത്തും, എന്നിട്ട് ഞാൻ മോശമായിട്ട് പെർഫോം ചെയ്യും. എൻ്റെ മോശമായിട്ടുള്ള പെർഫോമൻസ് ഒരിക്കലും എൻ്റെ അപ്പൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പനെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കളിപ്പിക്കുകയായിരുന്നു. ഞാനൊരു നല്ല ഫുട്ബോൾ കളിക്കാരനാവണം, ഒരു നല്ല പ്ലെയർ ആവണം എന്നുള്ളത് എൻ്റെ അപ്പൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പ്രാക്ടീസിലൊക്കെ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന എൻ്റെ അപ്പൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നാൽ എന്നെ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ, എൻ്റെ അപ്പൻ മരിച്ചു.
എന്നാൽ ഇന്ന് എൻ്റെ അപ്പൻ സ്വർഗത്തിലിരുന്ന് ആദ്യമായിട്ട് എൻ്റെ കളി കാണുകയാണ്. സ്വർഗത്തിൽ ആരും അന്ധരല്ലല്ലോ. ലോകപ്രകാരം അന്ധരായിരിക്കും, പക്ഷേ സ്വർഗത്തിലെല്ലാവരും കാഴ്ചയുള്ളവരാണ്. അതുകൊണ്ട് ഹീ ഈസ് വാച്ചിങ് മൈ മാച്ച്. അവൻ എൻ്റെ കളി ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് മോശം കളിക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ദാനമായിട്ട് നൽകിയ ഈ ജീവിതമാകുന്ന ഗെയിമിൽ മോശം പെർഫോമൻസ് നമ്മൾ നടത്തിയാൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വേദനപ്പെടേണ്ടതല്ലേ? ആ നാളാണ് നോമ്പിൻ്റെ നാളുകൾ. ഹീ ഈസ് വാച്ചിങ് മീ. എന്നെ കാണുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് എനിക്കുണ്ട്. എന്നെ ഒരു പക്ഷേ എൻ്റെ കൂട്ടുവിശ്വാസികൾ കണ്ടെന്ന് വരികയില്ല, മനസ്സിലാക്കിയെന്ന് വരികയില്ല, എന്നെ മറ്റുള്ളവർ അറിഞ്ഞെന്ന് വരികയില്ല. ബട്ട് ഹീ ഈസ് വാച്ചിങ് മൈ പ്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ പെർഫോമൻസ് കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാലൻറ്റും റിസോഴ്സസും സമയവും ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ലേ? ഇങ്ങനൊരു തിരിച്ചറിവാണ് നോമ്പിൻ്റെ നാളുകൾ. ആ നോമ്പിൻ്റെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകേണ്ടത്. താലന്തുകളുടെ ഉപമ അതാണ് നമ്മളെ വിളിച്ചു പോകുന്ന വലിയൊരു ദൂതും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കും.